نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ കൃത്യമായി പഠിക്കുകയും അത് മനസ്സിലാക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും വേണ്ടി ജീവിതത്തിൻ്റെ വലിയ ഒരു സമയം നീക്കിവെക്കുകയും ചെയ്യുന്ന ആളുകളും അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളെയും രണ്ട് തട്ടിലാണ് അള്ളാഹു വേർതിരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിൽ കാണാം, ഖുൽ, പ്രവാചകരെ പറയുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമമാകുമോ? അല്ലാഹു ചോദിക്കണം. റബ്ബിൻ്റെ ദീനിനെപ്പറ്റി പഠിക്കാൻ, മനനം ചെയ്യാൻ, ഉൾക്കൊള്ളാൻ സമയവും സാഹചര്യവും മനഃപൂർവ്വം ഉണ്ടാക്കുകയും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയും അതിനുവേണ്ടി ചടഞ്ഞിരിക്കുകയും ചെയ്യുന്ന ആളുകളും അങ്ങനെ ഒന്നും ചെയ്യാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരും സമമാകുമോ പ്രവാചകരെ? അവരോട് ചോദിച്ചു നോക്ക്, അങ്ങനെ സമമാവാൻ പാടില്ല, അത് അനീതിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മതം പഠിക്കുന്ന, അതിനു വേണ്ടി സമയം മാറ്റിവെക്കുന്ന, ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായി മതപഠനത്തെ, ദീനീ പഠനത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്തൊരു സപ്പറേഷൻ ഉണ്ട്. അള്ളാഹു അവരെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ,
യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ. യർഫഉ അല്ലാഹു ഉയർത്തുന്നു, യർഫഇല്ലാഹ് അല്ലാഹു ഉയർത്തുന്ന ആരെ? അല്ലദീന ആമനൂ മിൻകും നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെ അല്ലാഹു ഉയർത്തുന്നു. വല്ലദീന ഊതുൽ ഇൽമ അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് അറിവ് ലഭിച്ച ആളുകൾ, അറിവ് കിട്ടിയ ആളുകൾ, അവരെയും അല്ലാഹു ഉയർത്തുന്നു. ദറജാത്തിൻ പദവുകൾ, പദവികൾ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ പടച്ചവൻ നിങ്ങൾ ഗോപ്യമാക്കി വെച്ചതിനൊക്കെ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ മതത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തുന്ന ആളുകൾ, ഓരോരുത്തർക്കും ഓരോ രൂപത്തിലുള്ള പരിശ്രമമാണ്, ഓരോ രൂപത്തിലുള്ള കഴിവാണ്, ഓരോ രൂപത്തിലുള്ള ആർജവ സിദ്ധിയാണ്. ഇതൊക്കെ അള്ളാഹുവിനറിയാം. പക്ഷേ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സമയം, അല്ലെങ്കിൽ ഗൗരവപ്പെട്ട ഒരു സമയം, ഒരു ഭാഗം പടച്ചവന്റെ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒഴിഞ്ഞു വെച്ചാൽ അവരെ അള്ളാഹു ദറജകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു, പദവികൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമുക്കത് നേർക്ക് നേരെ അനുഭവമാണ്. ഈ സമൂഹത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ പഠനത്തിൽ ഏർപ്പെട്ട മഹാപണ്ഡിതന്മാരെ ഇന്നും നമ്മൾ ഓർക്കുന്നു, ഇന്നും നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് വിജ്ഞാന ശാഖയിലാകട്ടെ, ഹദീസ് ആകട്ടെ, തഫ്സീർ ആകട്ടെ, ഫിഖ് ആകട്ടെ, താരീഖ് ആകട്ടെ, ഏതുമാകട്ടെ, ഇസ്ലാമിന്റെ വളർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടി ഇൽമു തേടിയ മഹാപണ്ഡിതന്മാരെ ഈ സമുദായത്തിലെ ഓരോ അംഗങ്ങളും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്നറിയോ? നമ്മളൊന്നും സ്വന്തം വാപ്പക്കും ഉമ്മക്കും വേണ്ടി ഇത്ര ദുആ ചെയ്തിട്ടുണ്ടാവില്ല. ഇമാം ബുഖാരിയെ പോലെ, ഇമാം മുസ്ലിമിനെ പോലെ മുഹദ്ദിസുകൾ, ഇമാം തൊബരിയെ പോലെ, ഇബ്നു കസീറിനെ പോലെ റഹിമഹുമുല്ലാഹ് അജ്മഈൻ, മുഫസ്സറുകൾ, അതുപോലെ തന്നെ ഇമാം ഷാഫിഈയെ പോലെ, അബൂ ഹനീഫയെ പോലെയുള്ള ഫുഖഹാക്കൾ, ഇബ്നു ഹിശാമിനെ പോലെയുള്ള താരീഖിന്റെ സീറയുടെ പണ്ഡിതന്മാർ, എല്ലാവരുടെയും പേര് കേൾക്കുമ്പോൾ റഹിമഹുമുല്ലാഹ് എന്ന് പറയാത്ത ഒരു നിമിഷം നമുക്കുണ്ടാവില്ല. പടച്ചവനെ നീ ഇവരോട് കരുണ കാണിക്കണമേ. നീ ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണെങ്കിലോ ഹഫിളഹുല്ലാഹ്, അല്ലാഹുവേ നീ ഇദ്ദേഹത്തെ സംരക്ഷിക്കണേ. ഈ ദുആ പറയാത്ത നിമിഷം ഉണ്ടാവൂല. ഇസ്ലാമിനു വേണ്ടി വൈജ്ഞാനിക തലത്തിൽ പണിയെടുത്ത മഹാപണ്ഡിതന്മാർ ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ കൂട്ടമായും ഒറ്റക്കും അവരുടെ പേര് കേൾക്കുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ മരണപ്പെട്ട പിതാക്കന്മാർക്ക് പോലും ഇത്രയധികം ദുആ അവർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ദറജ ഉയർത്താണ്. അങ്ങനെ ദറജ ഉയർത്തും ആരെ? ഇൽമിനു വേണ്ടി പണിയെടുത്ത ഓരോരുത്തരെയും, അതിനുവേണ്ടി സമയം നീക്കിവെച്ച, അതിനുവേണ്ടി ജീവിതം നീക്കിവെച്ച ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു തആല ദറജകൾ ഉയർത്തുന്നതാണ്. ഒരു മനുഷ്യന് അറിവുണ്ടാവുമ്പോൾ, ഇൽമു തേടുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ റബ്ബിന്റെ അനുഗ്രഹമാണ് ഈ ദറജ, ഈ ഉയർത്തൽ. ലോകത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ട്, അല്ലെങ്കിൽ സത്യവിശ്വാസികളെ കൊണ്ട് അള്ളാഹു അവർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടിരിക്കും. അവരുടെ ദറജകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിശ്വാസികളെ കൊണ്ട് അള്ളാഹു തേടിക്കും. അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. അവരെ പറ്റി സ്മരിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കാതെ തന്നെ നമ്മുടെ നാവിൽ റഹിമഹുല്ലാഹ്, അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ ഹഫിളഹുല്ലാഹ്, ഏതെങ്കിലും ഒരു ദുആയുടെ പദം അള്ളാഹ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അവരെ പേര് കേൾക്കുമ്പോൾ. അത് കേൾക്കുമ്പോൾ ചേർത്ത് പറയുന്നത് നമ്മുടെ ശീലമായി, അദബായി. ഈ ദുആകൾ ഞാനൊരാൾ ചെയ്യുന്നതല്ല, നിങ്ങൾ ഒരാൾ ചെയ്യുന്നതല്ല, മറിച്ച് ലോകത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങളും ഇന്ന് വിശേഷിച്ച് മിമ്പറുകളിൽ നിന്ന് ഖുത്ബകൾ അവർ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആലിമിന്റെ പേര് പറയാതിരിക്കാൻ പറ്റൂല. ഹദീസ് ഉദ്ധരിക്കണമെങ്കിൽ ഒരു ആലിമിന്റെ പറയേണ്ട, ഒരു മുഹദ്ദിസിന്റെ പേര് പറയണ്ടേ? അതുപോലെ തന്നെ തഫ്സീർ വായിക്കണമെങ്കിൽ ഒരു ആലിമിന്റെ പേര് പറയണ്ടേ? ഒരു മുഫസ്സിറിന്റെ പേര് പറയണ്ടേ? അതുകൊണ്ട് എല്ലാ ദിവസവും മുസ്ലിമീങ്ങളെ കൊണ്ട് അള്ളാഹു ദുആ കൊടുക്കാൻ അവർക്ക് ഇനി ഇതിനേക്കാൾ വലുത് എന്താണ് വേണ്ടത്? ഇതിനേക്കാൾ ഖൈറ്
ആയിട്ടുള്ളത് അവർക്ക് എന്താണ്? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന്റെ നാവ് കൊണ്ട് മുത്തഫഖുൻ അലൈഹി ആയിട്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാഹ് അവരുദ്ധരിച്ച ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ആർക്കെങ്കിലും അള്ളാഹ് ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ. ശരിക്കും നമ്മൾ ഖൈർ എന്ന പദം എവിടെയാണ് ദീൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കോ. നമ്മളെ ഖൈറൊക്കെ വേറാണ്. നമ്മളെ ഖൈറിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ വേറെയാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവന് ധനം കൊടുക്കും എന്നല്ല, അവന് ആരോഗ്യം കൊടുക്കും എന്നല്ല, അവന് സൗന്ദര്യം കൊടുക്കും എന്നല്ല, അവന് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്നല്ല. അങ്ങനെ ഒരു പദമേ അള്ളാഹ് പ്രയോഗിച്ചിട്ടില്ല. അപ്പൊ ഖൈർ എന്താണ്? നമ്മളെ പഠിപ്പിക്കാം. ഖൈർ എന്താണ്? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ആർക്കെങ്കിലും ഒരു ഖൈർ കൊടുക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അവനെ അള്ളാഹു ദീനിൽ പാണ്ഡിത്യമുള്ളവനാക്കും. അതാണ് ഖൈർ, ദീനിൽ പാണ്ഡിത്യമുള്ളവനാക്കും. അതുകൊണ്ട് ആർക്കാണ് ഖൈർ ലഭിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ ശരിക്കും മനസ്സിലാക്കിക്കോ, ധനവാനയല്ല, ആരോഗ്യവാനയല്ല, സൗന്ദര്യവാനയല്ല, അല്ലെങ്കിൽ ഭൗതികമായ അനുഗ്രഹങ്ങളെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച മാനകങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ കിട്ടിയവനെ നിശ്ചയിച്ചിട്ടുള്ളത്. മറിച്ച് ആരാണ്? യുഫഖിഹുഹു ഫിദ്ദീൻ, അവന്റെ മതത്തിൽ അല്ലാഹ് ഫിഖ്ഹ് കൊടുക്കുക, അറിവ് കൊടുക്കുന്നവൻ, ആഴത്തിലുള്ള അറിവ് കൊടുക്കുന്നവൻ, അവനക്കാണ് ഖൈർ കൊടുത്തത്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഹാദാ യദുല്ലു അലാ അന്ന മൻ ലം യുഫഖിഹു ഫിദ്ദീൻ ലം യുരിദ് ബിഹി ഖൈറൻ. അദ്ദേഹം ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് പറയാണ്, വഹാദാ, ഇത് യദുല്ലു തെളിയിക്കുന്നു, അലാ അന്ന മൻ ലം യുഫഖിഹു ഫിദ്ദീൻ, ആർക്കാണ് മതത്തിൽ അള്ളാഹു അറിവ് കൊടുക്കാത്തത്, ലം യുരിദ് ബിഹി ഖൈറൻ, അവനൊരു ഖൈറുല്ല എന്നറിയിക്കുന്നു. മതത്തിൽ ഇൽമ് അള്ളാഹ് കൊടുക്കാത്തവൻ ആരാണോ അവനൊരു ഖൈറും അള്ളാഹ് കൊടുത്തിട്ടില്ല എന്ന് ഈ ഹദീസ് പറയുന്നു, പഠിപ്പിക്കുന്നു എന്ന് മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയാം. അപ്പൊ സഹോദരങ്ങളെ, ഇൽമ് അതിനുവേണ്ടി പഠിക്കുക, അതിനുവേണ്ടി സമയം മാറ്റിവെക്കുക, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിലെ അതിപ്രധാനമായ കാര്യമാണ്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അല്ലാഹു അവരെ ഉയർത്തും, പദവികൾ ഉയർത്തും. അവരുടെ ജീവിതത്തിലും അവരുടെ മരണശേഷവും അവർക്ക് അല്ലാഹു പദവി ഉയർത്തും. ഇൽമ കൊണ്ട് ഒരു വിശ്വാസി ആർജിക്കുന്ന ഒന്നാമത്തെ കാര്യത. ഇനി രണ്ടാമത്തെ കാര്യം എന്തറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായിട്ടും യഖ്ശല്ലാഹ്, അല്ലാഹനെ പേടിക്കുന്നത്, മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് നിശ്ചയമായിട്ടും അള്ളാഹുവിനെ പേടിക്കുന്നത് അൽ ഉലമാ, ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. പടച്ചോനെ ശരിക്കും പേടിക്കുന്നവരാരാ? ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അപ്പൊ സാധാരണക്കാരിൽ അള്ളാഹനെ പേടിക്കുന്നവരില്ലേ? പാമരന്മാരായിട്ടുള്ള ആളുകളിൽ അള്ളാഹനെ പേടിക്കുന്നവരില്ലേ? അള്ളാഹുവിനെ പേടിക്കേണ്ടത് അള്ളാഹു പഠിപ്പിച്ച വിധമാണ്. നമ്മൾ മനസ്സിലാക്കണം, ദീനിനെ സംബന്ധിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പോലെ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അള്ളാഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞ പോലെ വിശ്വസിക്കാൻ പാടുള്ളൂ. അള്ളാഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞ പോലെ പേടിക്കാൻ പാടുള്ളൂ. അള്ളാഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞ പോലെ സ്നേഹിക്കാൻ പാടുള്ളൂ. അല്ലാതെ അള്ളാഹുവിനെ സ്നേഹിക്കണം എന്നല്ല പറഞ്ഞിട്ടില്ല. പടച്ചോൻ പഠിപ്പിച്ച പോലെ സ്നേഹിക്കണം. നമുക്ക് തോന്നിയതുപോലെ സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെ സ്നേഹിച്ചതാണ് നസാറാക്കൾ പടച്ചവനെ തൃത്വത്തിലേക്ക് കൊണ്ടുപോയത് സ്നേഹത്തിന്റെ പേരിലാണ്. സ്നേഹത്തിന്റെ പേരിലാ. യഹോവ എന്ന നാമം ബൈബിളിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായില്ല. പിന്നെ യഹോവ എന്ന് വന്നത് എങ്ങനെ? പടച്ചവനും അവർ വിളിച്ചിരുന്നത് യഹോവ എന്നല്ല. യഹൂദന്മാർ പടച്ചവന്റെ നാമം
അനാവശ്യമായ സ്ഥലത്ത് ഉപയോഗിച്ച് അനാദരവ് കാണിക്കുമോ എന്ന് പേടിച്ചിട്ട് അള്ളാഹ് എന്ന പേര് മാറ്റിയിട്ട് അള്ളാഹ് എന്നൊക്കെ ആവശ്യമില്ലാത്തടത്ത് വെച്ച് പറയോ എന്ന ആദരവ് നിമിത്തം അവർ പടച്ചോന്റെ പേര് മാറ്റി യഹോവ എന്നാക്കി. പിന്നീട് പിൽക്കാലത്ത് തൗറാത്തിലും ബൈബിളിലുമൊക്കെ എന്ത് വന്നു? പടച്ചോനെ പറ്റിയിട്ട് അഭിസംബോധന ചെയ്യാൻ യഹോവ എന്ന് വന്നു. അള്ളാഹ് എന്നാണ് ഉപയോഗിച്ചിരുന്നത്. അള്ളാഹ് എന്നാണ് ഹീബ്രുവിൽ ഉപയോഗിച്ചിരുന്നത്. അള്ളാഹ് എന്ന് തന്നെയാണ് ഗ്രീക്കിന്റെ ആദ്യകാലത്തുണ്ടായത്. പക്ഷെ പിന്നെ അതെന്തായി? പിന്നെ അത് യഹോവ എന്നായി. അത് എന്തിന്റെ പേരില? ആദരവിന്റെ പേരില. അതാണ് പറഞ്ഞത്, നമ്മ വിചാരിക്കുന്ന ആദരവല്ല അള്ളാഹ് നമ്മളോട് പറയുന്നത്. ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ആദരിക്കണം. അള്ളാഹ് പഠിപ്പിച്ച പോലെയാണ് അള്ളാഹ് ആദരിക്കേണ്ടത്. അള്ളാഹ് എന്ന് വിളിച്ചാൽ അനാദരവാകുമെന്ന് പേടിച്ചിട്ട് അള്ളാഹ്ക്ക് വേറെ പേരുണ്ടാക്കുക. അള്ളാഹു പറഞ്ഞെന്താ പറയുക? പാപാണത്, മഹാപാപം. അതാണ് ഇൽമുള്ളവന്റെ പേടിയും ഇൽമില്ലാത്തവന്റെ പേടിയും രണ്ട് തട്ടിലാണ്. ഇനി നമ്മുടെ നാട്ടിൽ നമുക്ക് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ആളുകൾ വിശ്വസിക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തറിയോ? പടച്ചവനിലേക്ക് നേർക്ക് നേരെടുക്കാൻ നമ്മളെപ്പോലെ പാപികളായ ആളുകൾക്ക് പറ്റൂല. നമ്മളെല്ലാം കേൾക്കുന്ന കാര്യമാണ്. പടച്ചവനിലേക്ക് നേർക്ക് നേരെ ഒരു കാര്യം ആവശ്യപ്പെടാൻ പാപികളായ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് മഹാത്മാരായിട്ടുള്ള ആളുകളുടെ കെയർ ഓഫിൽ നമ്മൾ അള്ളാഹിനെ സമീപിക്കണം. നേർക്ക് നേരെ സമീപിക്കാൻ പാടില്ല. അള്ളാഹിനോടുള്ള ആദരവാണ് ഈ കാണിക്കുന്നത്. പടച്ചവനോടുള്ള പേടിയാണ് ഈ പറയുന്നത്. പക്ഷെ ഇത് പേടിയാണോ? ഇതിനെ അള്ളാഹുവിനോടുള്ള ഖൗഫായിട്ട് കാണുന്നുണ്ടോ? ഖൗഫുള്ളയായിട്ട് അള്ളതിനെ കാണുന്നുണ്ടോ? പടച്ചവനെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ ഇത്തരം ആളുകൾ അള്ളാഹ് ഉൾപ്പെടുത്തുന്നത്? ശരിക്കും നമ്മൾ ആലോചിക്കണം. എനിക്കും നിങ്ങൾക്കും തോന്നിയതുപോലെ പടച്ചവനെ പരിചയപ്പെടുത്താൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹിനെ പരിചയപ്പെടുത്തിയത് എന്തറിയോ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമ എന്നെപ്പറ്റി പ്രവാചകരെ താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറഞ്ഞു കൊടുത്തേക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവന്റെ ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, തേടുന്നവൻ എന്നെ വിളിച്ച് തേടിക്കൊള്ളട്ടെ. ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. അവൻ എന്നിൽ വിശ്വസിക്കട്ടെ, എന്റെ ആഹ്വാനം സ്വീകരിക്കട്ടെ, അവന് ഞാൻ ഉത്തരം ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുക. അപ്പൊ വിശ്വാസി അല്ലാഹനെ പറ്റിയിട്ട് എങ്ങനെ വിചാരിക്കേണ്ടത്? ഏറ്റവും അടുത്തവൻ, ഇതിനേക്കാൾ അടുത്ത ഒരാളില്ല അവന്. അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്ത് നിൽക്കുന്നവൻ, അവന്റെ വാപ്പയേക്കാൾ, അവന്റെ ഉമ്മയേക്കാൾ, അവന്റെ മക്കളെക്കാൾ, ഈ ഭൂലോകത്തെ സകല ചരാചരങ്ങളെക്കാളും അവനോട് ഏറ്റവും അടുത്തവൻ. ഫഇന്നി ഖരീബ്, ഏറ്റവും ചേർന്ന് നിൽക്കുന്നവൻ, അടുത്ത് നിൽക്കുന്നവൻ ഞാനാണ് എന്നവൻ വിചാരിക്കട്ടെ. അങ്ങനെയാണ് അള്ളാഹിനെ പേടിക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ അള്ളാഹു ഞാൻ ചോദിച്ചാൽ തരില്ല, കാരണം ഞാൻ പാപിയാണ്, അതുകൊണ്ട് മഹാത്മാക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്തോണ്ട് ചോദിക്കുക, അവർ മുഖാന്തരം എടുക്കുക. ചില ആളുകൾ മഹാത്മാക്കളോട് ചോദിക്കും, എന്നിട്ട് മഹാത്മാക്കൾ അള്ളാഹിനോട് ചോദിക്കട്ടെ. ഇങ്ങനെ തപസ്സിലാക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കെ, എന്തിന്റെ പേരിലാ? ഖൗഫിന്റെ പേരിൽ, ഭയത്തിന്റെ പേരിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടതാണ് ഈ കണ്ടത്, അള്ളാഹിനെ പേടിച്ചതാണ് ഈ കണ്ടത്. അതാ അള്ളാഹ് പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ശരിക്കും പടച്ചവനെ പേടിക്കുന്ന ആരാണെന്നറിയോ? ആലിമീങ്ങളാണ്. കാരണം അവർക്കറിയാം എങ്ങനെയാണ് പേടിക്കേണ്ടത്, എങ്ങനെയാണ് പേടിക്കാൻ പാടില്ലാത്തത്. ഞാൻ പറഞ്ഞല്ലോ, പേടിച്ചിട്ടാണ് യഹൂദന്മാർ അള്ളാന്റെ പേര് മാറ്റിക്കളഞ്ഞത്. ആദരിച്ചിട്ടാണ് മാറ്റിക്കളഞ്ഞത്. സ്നേഹിച്ചിട്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാമയെ പടച്ചവനിലേക്ക് അവർ പങ്കു ചേർത്ത് കൊടുത്തത്. ദാത്തിൽ തന്നെ പങ്കു ചേർത്ത് കൊടുത്തു അല്ലെ? ശിർക്കിനെ പറ്റി ദാത്തിലെ ശിർക്ക്, സിഫാത്തിലെ ശിർക്ക്, അഫ്ആലിലെ ശിർക്ക്, ഇബാദത്തിലെ ശിർക്ക്, ഇങ്ങനെ നമ്മൾ പഠിക്കാറുണ്ട്. ദാത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്വത്തം, സെൽഫ് ഉണ്ടല്ലോ, പടച്ചവന്റെ സ്വത്തത്തിൽ തന്നെ പങ്കെടുത്തു. പടച്ചവൻ രണ്ടാക്കി അവരെ. അതിന്റെ അടിസ്ഥാനം എന്താ? മഹബത്താണ്, സ്നേഹാണ്. പക്ഷെ ആ മഹബത്ത് അല്ലാഹ് പറഞ്ഞ പോലല്ല, ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ല. ഇൽമിന്റെ അടിത്തറയിലില്ലാത്ത സ്നേഹം വഴികേടാണ്. ഇൽമിന്റെ അടിത്തറയിലില്ലാത്ത ആദരവ് വഴികേടാണ്. ഇൽമിന്റെ അടിത്തറയിലില്ലാത്ത പേടി വഴികേടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാത്തവരെ വിളിച്ച് തേടാൻ ജനങ്ങൾക്ക് കാരണമാകുന്നത് എന്താ? പടച്ചവർക്ക് നേരിട്ടെടുക്കാൻ പറ്റൂല, അതുകൊണ്ട് മഹാത്മാക്കളെ വിളിച്ചിട്ടെടുക്കണം എന്ന അവരുടെ ചിന്തയാണ് അവരെ എന്താക്കുന്നത്? അവരെ ഈ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നത്, തൗഹീദിൽ നിന്ന് തെറ്റിക്കുന്നത്. അപ്പോ
അള്ളാഹ് പറഞ്ഞത് നോക്കൂ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായിട്ടും അള്ളാഹുവിനെ ഏറ്റവും അധികം പേടിക്കുന്നത് ആരാണ്? അവന്റെ അടിമകളിൽ നിന്ന് ആലിമീങ്ങളാണ്. ശരിയായ റൂട്ടിൽ പേടിക്കണമെങ്കിൽ അള്ളാഹ് എങ്ങനെയൊക്കെ പേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പേടിക്കണം. എങ്ങനെയൊക്കെ പേടിക്കുന്നത് വഴികേടാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ അതും നമ്മൾ പഠിക്കണം. എങ്ങനെ അള്ളാഹ് സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ച് സ്നേഹിക്കണം. എങ്ങനെയൊക്കെ സ്നേഹിക്കുന്നത് വഴികേടാണെന്ന് അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ സ്നേഹിക്കാനും പാടില്ല. ഇതറിയണമെങ്കിൽ ഇൽമു വേണം, ഇത് മനസ്സിലാവണമെങ്കിൽ ഇൽമു വേണം. ദീൻ പഠിക്കണം. ദീൻ പഠിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം. ആ സാഹചര്യങ്ങൾ തേടിയാൽ അള്ളാഹ് നമുക്ക് തരും. നമ്മൾ വിചാരിച്ചെന്തറിയും, നമ്മളൊന്നും പിന്നെ ചെറുപ്പം മുതൽ അറബി ഭാഷയും അതിന്റെ ലുഗയും അതിന്റെ ബലാഗയും അതിന്റെ പിന്നെ ഗ്രാമറും ഒന്നും പഠിച്ചു പോണ ആളുകളല്ലോ. പിന്നെ നമുക്ക് എങ്ങനെ സാധിക്കും ഈ ആലിമീങ്ങളെ കൂട്ടത്തിലെത്താൻ? ഈ ആലിമീങ്ങളെ കൂട്ടത്തിലെത്താൻ എങ്ങനെ സാധിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 ഹദീസ് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൂതന് പഠിപ്പിച്ച 2 ഹദീസ്. ഒന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ ഖറജ ഫീ ത്വലബിൽ ഇൽമ, മൻ ഖറജ, ആരെങ്കിലും പുറപ്പെട്ടാൽ, ആലിമ് പുറപ്പെട്ടാൽ നല്ലട്ടോ പറഞ്ഞിട്ടുള്ളത്. ലുഗത്ത് പഠിച്ചവൻ പുറപ്പെട്ടാൽ നല്ല പറഞ്ഞത്, ബലാഗ പഠിച്ചവൻ പുറപ്പെട്ടാൽ നല്ല പറഞ്ഞത്, അതുപോലെ തന്നെ സർഫും നഹവും പഠിച്ചവൻ പുറപ്പെട്ടാൽ എന്നല്ല പറഞ്ഞത്. അറബിക്ക് ഗ്രാമർ അലക്കി പിന്നെ കുടിച്ചവൻ പുറപ്പെട്ടാൽ എന്നല്ല. മൻ ഖറജ, ആരെങ്കിലും പുറപ്പെട്ടാൽ, നമ്മളെപ്പോലത്തെ സാധാരണക്കാരാവട്ടെ, ആരെങ്കിലും പുറപ്പെട്ടാൽ, ഫീ ത്വലബിൽ ഇൽമ്, അറിവന്വേഷിച്ചിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ, അറിവന്വേഷിച്ച് ആരെങ്കിലും പുറപ്പെട്ടാൽ, കാന ഫീ സബീലില്ലാ, അവന് പടച്ചവന്റെ മാർഗത്തിലാണ്, ഹത്താ യർജിഅ, അവൻ മടങ്ങുന്നത് വരെ, തിരിച്ചത് കഴിഞ്ഞിട്ട് തിരിച്ചെത്തുന്നത് വരെ, ഫീ സബീലില്ലയിലൂടെ യാത്ര ചെയ്യുന്നതാണ്. ഒരു ആലിമ് യാത്ര ചെയ്യണ പോലെ തന്നെയാണ് അവനും. ഇമാം ബുഖാരി യാത്ര ചെയ്ത പോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ അറിവ് തേടി ഒരു സാധാരണക്കാരൻ ഖുർആൻ ക്ലാസ്സിലേക്ക് പോകുന്നത്, ഒരു സാധാരണക്കാരൻ ഖുത്ബ പഠിക്കാൻ പോകുന്നത്, ഒരു സാധാരണക്കാരൻ വഅള കേൾക്കാൻ പോകുന്നത്. കാരണം എന്താ? ഇൽമു തേടിയിട്ടുള്ള യാത്രയാണ്. ആ യാത്രയിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇനി നോക്കൂ, മറ്റൊരു ഹദീസ് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിച്ചതാ. ഹദീസ് എന്താ? മൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, യൽതമിസു ഫീഹി ഇൽമൻ, അറിവ് തേടിക്കൊണ്ട് ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള അവന്റെ വഴി അല്ലാഹ് എളുപ്പാക്കും. സ്വർഗ്ഗത്തിലേക്കുള്ള അവന്റെ വഴി അല്ലാഹ് എളുപ്പാക്കും. അവനറിയില്ല അവൻ എങ്ങനെക്കാണ് നന്നായി പോകണേന്ന് അവനറിയില്ല. പാപങ്ങളും മഹാ അപരാധങ്ങളും ഒക്കെ ചെയ്യുന്നതിൽ നിന്ന് പടച്ചവൻ അവനങ്ങോട്ട് തടഞ്ഞു നിർത്തും. അവന് കോപമുണ്ട്, പക്ഷേ കോപത്തിന്റെ പാപം വാങ്ങേണ്ടി വരുന്നില്ല. അവന് ശഹവത്തുണ്ട്, വികാരങ്ങളുണ്ട്, ആ വികാരങ്ങളുടെ പാപം അവന് ഏറ്റുവാങ്ങേണ്ടി വരുന്നില്ല. അവനെ സംബന്ധിച്ച് അവൻ തിന്മയിലേക്ക് ചലിക്കുന്ന അവന്റെ ശഹവത്തുണ്ട്, ദേഹേച്ഛകളുണ്ട്, ഹവകളുണ്ട്. ആ ഹവകളൊക്കെ പടച്ചവൻ എന്ത് ചെയ്യുക? അവനിൽ നിന്ന് തട്ടി നീക്കാണ്. പടച്ചവന് എളുപ്പാക്കാൻ സ്വർഗ്ഗം. അവൻ ചെയ്ത പണി എന്താ? അവനാകെ ചെയ്ത പണി കൃത്യമായിട്ട് അള്ളാന്റെ ദീൻ പഠിക്കാൻ ജീവിതത്തിന്റെ ഒരു സമയത്ത് അവൻ വിനിയോഗിച്ചു. ജീവിതത്തിന്റെ ഒരു സമയത്തെ. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് പഠിക്കാൻ ധാരാളം തഫ്സീറുകളുണ്ട്, മലയാളത്തിൽ പോലും തഫ്സീറുകളുണ്ട്. ദിവസവും ഞാൻ ഒരു ആയത്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവൻ എവിടെയാണ്? അവൻ ഫീ സബീലില്ലയിലാണ്. അവൻ എവിടെയാണ്? അവൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിലാണ്. ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിൽ. ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഹദീസ് ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടതുണ്ട്. അത് കൊണ്ടുവന്ന് സ്ഥിരമായി നബിയിൽ നിന്നുള്ള ഹദീസ് പഠിക്കാനിരുന്നാൽ അവന് ഈ പറഞ്ഞ അറബി ഗ്രാമർ മുഴുവൻ പഠിച്ചവനല്ലെങ്കിലും അവൻ ആരാണ്? അവൻ തോലിബുൽ ഇൽമാണ്, ഇൽമു തേടുന്നവനാണ്. അതാണ് ഇമാം മാലിക് അദ്ദേഹത്തോട് ചോദിച്ചു, മാ അഫ്ളലു മാ യസ്നഉൽ അബ്ദ്, ഒരു അടിമ പിന്നെ ഉണ്ടാക്കുന്നതിൽ, അവൻ സമ്പാദിക്കുന്നതിൽ ഏറ്റവും അഫ്ളലായത് എന്താണ് ഇമാം മാലിക്?
റഹിമഹുല്ല അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞെന്തറിയ ഖാൽ, അദ്ദേഹം പറഞ്ഞു ത്വലബുൽ ഇൽമ്, ഇൽമ അന്വേഷിക്കല, ഇൽമ അന്വേഷിക്കല, അറിവ് തേടി നടക്കലാണ്, അറിവ് തേടി നടക്കലാണ് അവന് ചെയ്യാവുന്ന ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം പഠിപ്പിച്ചെന്നറിയോ? ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്ത റഹിമഹുല്ല ഒരു ഹദീസ് അല്ലാമ അഷ്ശൈഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല സ്വഹീഹാണ് എന്ന് ഹുക്മ ചെയ്ത ഒരു ഹദീസ്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ഇമാം ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുക. ഖാൽ, അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുഅല്ലിമുൽ ഖൈർ, മുഅല്ലിമുൽ ഖൈർ, നന്മ പഠിപ്പിക്കുന്നവൻ, ദീനിയായ നന്മ ജനങ്ങളെ പഠിപ്പിക്കുന്നവൻ, യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈഇൻ, അവന് വേണ്ടി എല്ലാ വസ്തുക്കളും ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ദീൻ പഠിപ്പിക്കുന്ന ഒരുത്തന് വേണ്ടി എല്ലാ വസ്തുക്കളും ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഹത്തൽ ഹീതാനു ഫിൽ ബിഹാർ, സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുക. ഇൽമു പഠിപ്പിക്കുന്ന ജനങ്ങൾക്ക് ഖൈറായിട്ടുള്ള ഇൽമ് പറഞ്ഞു കൊടുക്കണവനക്കുള്ള കൂലിയാണ്, അത് അന്വേഷിക്കണവനക്കുള്ള കൂലിയാണ്. രണ്ടും ഖുർആനും ഹദീസും നിറഞ്ഞു കിടക്കാണ്. നമ്മൾ ത്വാലിബുൽ ഇൽമാവുക. നമുക്ക് മുഅല്ലിമാവാൻ പറ്റൂലെങ്കിൽ വേണ്ട, നമുക്ക് വലിയ ആലിമാവാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ത്വാലിബുൽ ഇൽമാവാൻ പറ്റുമല്ലോ. അറിവ് അന്വേഷിക്കുന്ന വിദ്യാർത്ഥിയാകാൻ നമുക്ക് പറ്റുമല്ലോ. ആ ത്വാലിബുൽ ഇൽമ് തേടുന്നവൻ അഥവാ വിദ്യാർത്ഥി, അതായിട്ട് വേണം നമ്മൾ ഓരോ നിമിഷവും ജീവിക്കാൻ, ഓരോ ദിവസവും ജീവിക്കാൻ. ഒരു വാക്കെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കാൻ നമുക്ക് പണിയുണ്ടോ? നമ്മുടെ മൊബൈലെ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. വിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം മൊബൈൽ ആപ്പുകളിൽ നമുക്ക് കിട്ടും. തഫ്സീറുകൾ കിട്ടും, തർജിമകൾ കിട്ടും, ഹദീസ് ഗ്രന്ഥങ്ങൾ കിട്ടും, ദിക്റുകൾ കിട്ടും. ഏതെങ്കിലും ഒരു വാക്കെങ്കിലും ഖുർആനിൽ നിന്ന് പഠിക്കുക. ഈ നെയ്യത്തോടെ, ത്വാലിബുൽ ഇൽമ് എന്ന നെയ്യത്തോടെ. പഠിച്ചോനെ, നിന്റെ മാർക്കറ്റിൽ ഇൽമ അന്വേഷിക്കാണ്, എനിക്ക് നീ ഇൽമ അന്വേഷിക്കുന്നവന്, ത്വാലിബുൽ ഇൽമിന് നൽകുന്ന എല്ലാ ഖൈറും ബർക്കത്തും നീ എനിക്ക് നൽകണേ, എല്ലാ അജ്റും നീ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒറ്റ വാക്ക്, ഒരു തുണ്ട് വാക്ക് ഖുർആനിൽ നിന്ന് പഠിക്കാൻ, ഹദീസിൽ നിന്ന് പഠിക്കാൻ നമ്മൾ ഇരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പർവ്വത സമാനമായ പ്രതിഫലം മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും. റബ്ബ് സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, പ്രതിഫലം നൽകുന്ന ത്വാലിബുൽ ഇൽമായി മാറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇൽമ് അന്വേഷിക്കുക, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ജീവിതം അതിനു വേണ്ടി മാറ്റിവെക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ബർക്കത്തുകൾ എന്താണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ സാധാരണ ഇൽമ അന്വേഷിക്കാൻ തുടങ്ങിയാൽ സാധാരണക്കാരന് സംഭവിക്കുന്ന ഒരു രോഗമാണ്, അവൻ പെട്ടെന്ന് ആലിമായി എന്നവന് തോന്നും. വിനയത്തോടെ, വിവേകത്തോടെ, അച്ചടക്കത്തോടെ, കീഴ്വണക്കത്തോടെ ഒതുങ്ങിക്കൊണ്ട് വിവരങ്ങൾ പഠിക്കേണ്ടുന്നതിന് പകരം ശൈത്താൻ അവനിലേക്ക് വന്നിട്ട് അവന് കിബർ ഉണ്ടാക്കും. കുറെ അറിഞ്ഞ ആളാണ്, കുറെ പഠിച്ച ആളാണ്, നീ സാധാരണക്കാരെ പോലല്ല എന്നൊരു ചിന്ത അവന്റെ ഹൃദയത്തിലേക്ക് പിശാച് ഇട്ടു തരികയും ഈ ഇൽമ അന്വേഷിക്കുന്ന പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ വലാലത്തിൽ, വഴികേടിൽ അകപ്പെട്ടുകൊണ്ട് അവൻ നശിച്ചു പോവുകയും ചെയ്യും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ആലിമുൻ ലോകത്ത് എല്ലാത്തിനും ഉത്തരം പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ, ഒരു ആലിമും എല്ലാ കാര്യത്തിനും ഉത്തരം പറഞ്ഞിട്ടില്ല. എത്രത്തോളം? ഇമാം ഇബ്നു വഹബ് റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, അവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. ആരെ പറ്റിയിട്ട് അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട്.
അള്ളാഹിന്റെ റസൂലിനെ പറ്റി പറയാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമുൽ മുസ്ലിമീൻ. അള്ളാഹിന്റെ റസൂല് മുസ്ലിമീങ്ങളുടെ ഇമാമായിരുന്നു. വസയ്യിദുൽ ആലമീൻ, അത് വസയ്യിദുൽ ആലമീൻ, അതുപോലെ തന്നെ സർവ്വലോകങ്ങളുടെയും സർവ്വ ആലിമീങ്ങളുടെയും ആരായിരുന്നു? സർവ്വലോകങ്ങളുടെയും പിന്നെ നേതാവായിരുന്നു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. യുസ്അലു അൻ ഷൈഇൻ, അദ്ദേഹം ഒരു കാര്യത്തെ പറ്റിയിട്ടും ചോദിക്കപ്പെട്ടിട്ടില്ല. ഫലാ യുജീബു, ഉത്തരം നൽകാതെ. ഹത്താ യഅതിയഹുൽ വഹയ്യു മിനസ് സമാ, ആകാശത്തുനിന്ന് വഹി എത്തുന്നത് വരെ അദ്ദേഹം ഒരു കാര്യത്തിനും ചോദിച്ചിട്ട് ഉത്തരം കൊടുത്തിട്ടില്ല. നബിനോട് എന്ത് ചോദിച്ചാലും നബി അപ്പൊ ഉത്തരം പറയില്ല. നബി അത്ര ഉത്തരം പറയില്ല. മറിച്ച് നബി എന്ത് ചെയ്യും? വഹി വരുന്ന കാത്തുക്കും. വഹി വന്ന ഉത്തരം പറയും. ഇതാണ് റസൂലുള്ളാഹ്. ചോദിച്ചതിനെല്ലാം ഉത്തരം പറയാറില്ല. വഹി വന്നാൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയാറുള്ളൂ. അതുകൊണ്ട് അറിവ് നേടുമ്പോഴേക്കും അന്വേഷിക്കുമ്പോഴേക്കും നമ്മളിലേക്ക് ഖബർ വരികയും എല്ലാം അറിയാമെന്ന ഭാവം വരികയും അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതും ഗൗരവപ്പെട്ട പ്രശ്നമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്തതിന്റെ പിറകിൽ നീ പോകരുത്. ഇന്ന് സാധാരണക്കാരന്റെ കാര്യം എന്താ? ഇന്നത്തെ സാധാരണക്കാരന്റെ കാര്യം എന്താ? അവന് യാതൊരു അറിവും കിട്ടാത്ത കാര്യങ്ങളിൽ അവൻ തർക്കിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തരും സ്വയം ആലോചിച്ച് നോക്കൂ. അവന് യാതൊരു അറിവും അതിനെ പറ്റിയിട്ട് ലഭിച്ചിട്ടില്ല, പക്ഷെ അവന് തർക്കിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ തർക്കിക്കുന്നത്? അവന്റെ സംഘടനയുടെ വാദം അതാണ്. ഞാൻ പറയുന്നത്, സംഘടനയുടെ വാദം ഏറ്റെടുക്കണമെങ്കിൽ സംഘടന പറഞ്ഞ കാര്യത്തിന് വിശുദ്ധ ഖുർആനും ആ ഹദീസുകളും നമുക്ക് കിട്ടണം. കിട്ടിയിട്ടേ സംഘടനയുടെ വാദം ഏറ്റെടുക്കാൻ പാടുള്ളൂ. മദ്ഹബുകൾക്ക് വേണ്ടി തർക്കിക്കുക. ഇന്നും ഷാഫിഈ മദ്ഹബിന്റെ ആളുകൾ തർക്കിക്കാണ്. നമസ്കാരത്തിൽ കയ്യവിടെ കെട്ടണം, വയറുമ കെട്ടണം എന്ന് സാധാരണക്കാരൻ തർക്കിക്കുക. വയറിന്റെ താഴെ കെട്ടണം. അവൻ എന്തെങ്കിലും ഹദീസ് കണ്ടിട്ടുണ്ടോ? അവൻ ഏതെങ്കിലും ആയത്തിന് ഈ വിഷയത്തിൽ മുഫസ്സിറുകൾ സംസാരിക്കുന്നവൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പിന്നെ അവൻ എന്തിനാ തർക്കിക്കുന്നത്? അവൻ തർക്കിക്കുന്നത് അവന്റെ സംഘടന അല്ലെങ്കിൽ അവന്റെ മദ്ഹബ് അങ്ങനെയാണ്, ആ മദ്ഹബിനെ ഒപ്പിച്ച് തർക്കിക്കാണ്. ആ മദ്ഹബിനെ ഒപ്പിച്ച് അവൻ തർക്കിക്കാണ്. ഹദീസുകൾ എടുത്തു നോക്കുമ്പോ കാണുന്ന ഏതാ? അലസ്വദർ, നെഞ്ചിന്റെ മുകളിൽ നിന്നാ കാണാ, അല്ലെങ്കിൽ തഹ്ത സ്വദർ, നെഞ്ചിന്റെ തൊട്ട് താഴെ നിന്നാണ് കാണാ. ഖുർആൻ എടുത്തു നോക്കുമ്പോ ഈ ചർച്ച എവിടെയാ? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി അടക്കമുള്ളവർ ഈ വൻഹർ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ? ബലിയിറക്കൽ മാത്രമല്ല, അതിന് വേറൊരു അർത്ഥമുണ്ട്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഈ ചർച്ചകളൊക്കെ അവൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പിന്നെ അവനെന്താ അവൻ തർക്കിക്കുന്ന എന്താ? വയറിന്റെ താഴെ തന്നെ വെക്കണം. ഇമാം ബുഖാരി സ്വഹീഹിൽ കൊടുത്ത ഹദീസ് ഉണ്ട്. എന്താ അറിയോ? ഹദീസിന്റെ തലക്കെട്ട്, അരക്കെട്ടിന്റെ താഴെ, പൊക്കിളിന്റെ താഴെ കൈവെക്കുന്നത് വെറുക്കപ്പെട്ടത്. ഇന്നും ഷാഫികൾ പൊക്കിളിന്റെ താഴെ കൈകെട്ടുന്നവരുണ്ട്, താഴത്ത് കൈകെട്ടുന്നവരുണ്ട്. ഇമാം ബുഖാരിന്റെ ഹദീസിന്റെ ബാബന്നതാണ്. ഇതൊന്നും അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇൽമില്ലാതെയാണ് തർക്കിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത പക്ഷേ നീ തർക്കിക്കരുത്, നീ അതിന്റെ പുറകെ നീ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, നിശ്ചയമായിട്ട് നിന്റെ കാഴ്ച, കേൾവി, ഹൃദയം, ചിന്ത, കുല്ലു ഉലൈക കാന അൻ മസ്ഊല, അതെല്ലാം പടച്ചോൻ ചോദിക്കും. നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയൂ? നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് 45, 46, 47 ആയത്തുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഇന്നത്തെ നിങ്ങളെ പഠനത്താവട്ടെ. സൂറത്ത് ഹൂദ് 45, 46, 47 ആയത്ത്. അവിടെ ഒരു ചർച്ച കാണാം ഖുർആൻ. എന്തറിയോ? നൂഹ് നബി അലൈഹി സ്വലാം പ്രളയത്തിൽ അദ്ദേഹത്തിന്റെ കപ്പൽ പിന്നെ വിശ്വാസികളെ അള്ളാഹ് രക്ഷിക്കുന്നു, ബാക്കിയുള്ളവർ മുങ്ങിപ്പോകുന്നു. ആ സമയത്ത് നൂഹ് നബി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ മകൻ ആ പ്രളയത്തിൽ പെട്ടിട്ടുണ്ട്. വനാദാ നൂഹ്, ആ സമയത്ത് നൂഹ് വിളിച്ചു റബ്ബഹു, അദ്ദേഹത്തിന്റെ റബ്ബിനെ. ഫഖാൽ, എന്നിട്ട് നൂഹ് നബി പറഞ്ഞു, റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ്, പടച്ചവനെ എന്റെ അഹ്ലുകാരെ രക്ഷിക്കാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കുടുംബക്കാരെ രക്ഷിക്കാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന ബനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബത്തിൽ പെട്ടതല്ലേ റബ്ബേ. വ ഇന്ന വഅദക ഹഖുൻ, നിന്റെ വാഗ്ദാനം സത്യമല്ല റബ്ബേ, അവനെ നീ രക്ഷിക്കണേ എന്ന് നൂഹ് നബി പറയുന്ന സന്ദർഭം. അള്ളാഹുവിന്റെ മറുപടി നോക്കൂ. ഖാൽ, അല്ലാഹ് പറഞ്ഞു, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അല്ലയോ നൂഹേ,
അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ചീത്തയായ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്നവനാണ് അവൻ. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത കാര്യം നൂഹേ നീ എന്നോട് ചോദിക്കരുത്. ഇന്നി അഇലുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലുകളുടെ കൂട്ടത്തിൽ, അവിവേകികളുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകാതിരിക്കാൻ നൂഹേ നിനക്ക് നാം ഉപദേശം നൽകുകയാണ്. ആരോടാ പറഞ്ഞത്? ത്വാലിബുൽ ഇൽമിനോടല്ല, ആലിമിനോടല്ല. അതിൻ്റെ ഒക്കെ ദറജക്ക് മേലിരിക്കുന്ന അംബിയാക്കളിൽപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് നബിയോട് അല്ലാഹ് പറയാണ്, ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് ഒരു അറിവില്ലാത്ത കാര്യം നീ എന്നോട് ചോദിക്കരുത്. ഇന്നി അഇലുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലീങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ നിന്നെ ഞാൻ ഉപദേശിക്കുന്നു. ഖാൽ, നൂഹ് നബിയുടെ മറുപടി, റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമുൻ, പടച്ചവനെ എനിക്ക് ഇൽമില്ലാത്ത അറിവില്ലാത്ത കാര്യം നിന്നോട് ചോദിച്ചു പോയതിന് ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, നിന്നിലേക്ക് ഞാൻ അഭയം തേടുന്നു, നീ എനിക്ക് പുറത്തു നൽകണമേ. വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ എന്നോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഖാസിരീങ്ങളിൽ, നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. അറിയാതെ, അറിവില്ലാതെ, ഇൽമില്ലാതെ ഞാൻ പറഞ്ഞു പോയാണ് റബ്ബേ, പുറത്തരണേ. എന്താ അറിവില്ലാതെ പറഞ്ഞത്? നിന്റെ അഹലിനെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞു. നൂഹ് നബിക്ക് ഒരു തെറ്റുപറ്റി. ബ്ലഡ് റിലേഷനാണ് അഹൽ എന്ന് മൂപ്പര് വിചാരിച്ചു. അല്ലാഹ് പറഞ്ഞ അഹലേതാ? ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ അഹല. ബ്ലഡ് റിലേഷനിൽ പോലും, രക്തബന്ധത്തിൽ പോലും ആദർശമുള്ളവനെ മാത്രമേ അല്ലാഹ് അഹലായിട്ട് കൂട്ടിയിട്ടുള്ളൂ. ആദർശ വിരുദ്ധനായവൻ അവൻ അഹലായിട്ട് കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് നൂഹേ, അത് നിനക്ക് ഇൽമുണ്ടായില്ല. ആ വിവരക്കേടാണ് നൂഹേ നീ ചോദിച്ചത്. നീ ജാഹിലുകളിൽ പെട്ടുപോകാതിരിക്കാൻ നിനക്ക് ഞാൻ അറിവ് നൽകാണ്. ഉടനെ നൂഹ് നബി അലൈഹി സ്വലാം അവിടെ വീണ് കരഞ്ഞ് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടി പടച്ചവനെ അറിവില്ലാതെ ചോദിച്ചു പോയാണ്. ഇതാണ് സഹോദരങ്ങളെ ഇൽമിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നബിക്ക് പോലും ഒരു ചെറിയ വിഷയത്തിൽ, മാനുഷികമായി ആരും തെറ്റിദ്ധരിക്കാവുന്ന ഒരു വിഷയത്തിൽ ഇൽമില്ലാതെ സംസാരിച്ചത് ഒരു നബിക്ക് പോലും അള്ളാഹ് പുറത്തു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുത്തിട്ടില്ല. അതിനെ താക്കീത് ചെയ്ത്, അത് ബോധ്യപ്പെടുത്തി, അവരെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യിപ്പിച്ചിട്ട് മാത്രമാണ് അള്ളാഹ് വിട്ടുകൊടുത്തത്. എങ്കിൽ നമ്മൾ തർക്കിക്കുന്ന തർക്കങ്ങൾക്കൊക്കെ അള്ളാഹ് വരവ് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. ആയത്ത് ചൂണ്ടിക്കാണിക്കാനില്ലാതെ, ഹദീസ് ചൂണ്ടിക്കാണിക്കാനില്ലാതെ ഒരാൾ തർക്കത്തിലേർപ്പെട്ടാൽ അവൻ അള്ളാഹ് വരവ് വെച്ചിട്ടുണ്ട്. എന്തു തർക്കായാലും ശരി, അത് നിസ്കാരത്തിൽ കൈകെട്ടണതാകട്ടെ, അതല്ലെങ്കിൽ സുബഹിക്ക് കുനൂത്തോകണതാകട്ടെ, തറാവീഹിന്റെ എണ്ണത്തിലാകട്ടെ, ഇനി അല്ലാത്തവരോട് വിളിച്ച് സഹായം തേടുന്ന വിഷയമാകട്ടെ, അത് ഇസ്തിഗാസയാകട്ടെ, ഇസ്തിആനത്താകട്ടെ, ദുആയാകട്ടെ, തർക്കിക്കുന്നവൻ, അവന് ഇൽമുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നവൻ ആയത്തും ഹദീസും അവന് വെക്കണം. അതിൻ്റെ താഴെ വേറെ പ്രമാണമില്ല. അതിൻ്റെ താഴെ ഉലമാക്കൾ പറഞ്ഞു അത് പ്രമാണമല്ല, ഇമാമിങ്ങൾ പറഞ്ഞു അത് പ്രമാണമല്ല, അത് ഹദീസല്ല, ആയത്തല്ല, അള്ളാഹും റസൂലും പഠിപ്പിക്കും, അതാണ് പ്രമാണം, അത് പിൻപറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ത്വാലിബുൽ ഇൽമാകുമ്പോൾ ത്വാലിബുൽ ഇൽമ് സ്വീകരിക്കേണ്ട ഈ മര്യാദ കൂടി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു ഇൽമും പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. അള്ളാഹു തൃപ്തിപ്പെട്ട ഇൽമ് മാത്രം സംസാരിക്കുന്ന, അന്വേഷിക്കുന്ന, തേടുന്ന, പ്രചരിപ്പിക്കുന്ന ത്വാലിബുൽ ഇൽമുകളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വെറുത്ത ത്വാലിബുൽ ഇൽമുകളിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ചില സഹോദരങ്ങൾ ഹോസ്പിറ്റലിലാണ്. അവർക്ക് ധാരാളം പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്. ചില ട്രീറ്റ്മെൻറ്റുകൾക്ക് അവർ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അവരുടെ ബന്ധുമിത്രാദികൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു അവർക്ക് ശിഫയും സമാധാനവും നൽകുമാറാകട്ടെ. അവരുടെ ചികിത്സകൾ അള്ളാഹു വിജയിപ്പിക്കുകയും അവർക്ക് സമാധാനമായ, ശമനമുള്ള അന്തരീക്ഷത്തിലേക്കുള്ള ചികിത്സാ രീതികളാക്കി അള്ളാഹു അതിനെ മാറ്റുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും മാരകരോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്,
ദുർമരണങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. പകർച്ചവ്യാധികളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ച്, ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ മരിച്ച്, ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.